ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സൺ. 1962 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ. ഫൈസൽ, ശാസ്ത്രലോകത്തിന് നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തം, DNA ഘടനയുടെ കണ്ടുപിടുത്തം നിർണായകമായി വഴിത്തിരിവായി മാറിയിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാം പാഠപുസ്തകങ്ങളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കാണുന്ന പിരിയൻ ഗോവണിയുടെ രീതിയിലുള്ള DNA ഘടന അതാദ്യമായി കണ്ടുപിടിച്ചത്, അതിലേക്ക് വെളിച്ചം വീശുന്ന കണ്ടെത്തലുകൾ നടത്തിയ ആളാണ് ജെയിംസ്. അതോടൊപ്പം തന്നെ ജെയിംസ് വാട്സന് അതോടൊപ്പം ഫ്രാൻസിസ് ക്രീക്കും ചേർന്നായിരുന്നു ഈ വിഖ്യാതമായ കണ്ടെത്തൽ നടത്തിയത്. അന്ന് അവർ പറഞ്ഞത് ജീവൻ്റെ രഹസ്യം ഞങ്ങൾ കണ്ടെത്തി, നൂറ്റാണ്ടിൻ്റെ കണ്ടെത്തൽ ഞങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ് തങ്ങൾ നടത്തിയതെന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ DNA അടിസ്ഥാനമാക്കിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പ്രതികളെ തിരിച്ചറിയുന്നതിലാണെങ്കിലും ഡെഡ് ബോഡികൾ തിരിച്ചറിയുന്നതാണെങ്കിലും രോഗനിർണയത്തിലാണെങ്കിലും DNA ജനറ്റിക് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാരമ്പര്യമായി എങ്ങനെയാണ് ജനിതക ഘടനയിൽ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ചേർന്നിട്ടുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും അത് ഈ കോശങ്ങൾ വിഘടിക്കുമ്പോൾ അതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായ കണ്ടെത്തലിലേക്ക് ഈ ഗോവണി രീതിയിലുള്ള ഇതിൻ്റെ ജനിതക ഘടനയുടെ കണ്ടെത്തൽ, ആ രീതിയിലാണ് ജനിതക ഘടന എന്നുള്ള കണ്ടെത്തൽ ഏറെ നിർണായകമായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ പക്ഷേ മറ്റൊരർത്ഥത്തിൽ കൂടി അദ്ദേഹം ഒരു വിവാദ നായകൻ കൂടിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 1962 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നു ഈ കണ്ടെത്തലിന്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇടക്കാലത്ത് ഏറെ വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ബുദ്ധി കുറവാണ് വെള്ളക്കാരേക്കാൾ എന്നുള്ള ഒരു വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അതേ തുടർന്ന് വലിയ വിമർശനങ്ങൾ ശാസ്ത്രലോകത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാന കാലത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അടുത്ത കാലത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ അന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നിലപാട് കൊണ്ട് ഏറെ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ ഏറ്റവും മഹത്തരമാണ്. വ്യക്തമാണ്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകി.